ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു പരിശുദ്ധ ശബദ് നമുക്ക് ലഭിച്ചിരിക്കുന്നു. നമുക്ക് സന്തോഷത്തോടെ ഇന്ന് വീണ്ടും ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാനും പഠിക്കുവാനും ഒരു വിശുദ്ധ ശബദ് അടിയങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായി തീരുവാനും അവിടുന്ന് അവസരം നൽകിയിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം അടിയങ്ങളുടെ ജീവിതയാത്രയിൽ അവിടെ നൽകിയ എല്ലാ നന്മകളും കൃപകളും അടിയങ്ങൾ ഓർക്കുന്നു. തിരുവചന പ്രകാരം വീണ്ടും അടിയങ്ങൾക്ക് വിശുദ്ധ ശബദിനെ വിശുദ്ധമായിട്ട് ആചരിക്കുവാൻ തക്കവണ്ണം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനും ഒരു അവസരം കൂടെ അവിടുന്ന് പ്രദാനം ചെയ്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ അടിയങ്ങളുടെ എല്ലാ ശുശ്രൂഷകളും ദൈവനാമ മഹത്വനായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ലോകമെങ്ങുമുള്ളതായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്നതായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ഈ മീഡിയ മിനിസ്ട്രിയിലൂടെ അങ്ങയുടെ വചനം ധ്യാനിക്കുന്നതായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അടിയങ്ങളുടെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെയൊക്കെയും ജീവിതാവശ്യങ്ങളൊന്ന് സഹായിക്കണം. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് അടിയങ്ങൾക്ക് വചനം പ്രഘോഷിക്കുന്നത് പാസ്റ്റർ സിൽസിമോൻ അവറുകളാണ്. അദ്ദേഹം തിരുവില്ലാമല സഭയുടെ ശുശ്രൂഷകനായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അതിലുപരിയായിട്ട് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മീഡിയ മിനിസ്ട്രിയിലുള്ളതായിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അദ്ദേഹമാണ് ഈ പ്രസംഗങ്ങളും പാട്ടുകളൊക്കെയും റെക്കോർഡ് ചെയ്യുകയും നമ്മെ അതിനെ കേൾക്കുവാൻ തക്കവണ്ണം വേണ്ടുന്ന അവസ്ഥയിൽ അതിനെ എഡിറ്റ് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ സേവനത്തെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് അനുഗ്രഹമാകുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തെ ഇന്നത്തെ മഹനീയമായ ശുശ്രൂഷയിലേക്ക് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് വചനം കേൾക്കുന്നതായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ക്രിസ്തുവിൻ സേനവീരരേ, ഉയർത്തിടുവിൻ കൊടിയേ, ധീരരായി പോരാടിടാം, കർത്തൻ വേല ചെയ്തിടാം, ജയഗീതം പാടി ഘോഷിക്കാം. ധീരരായി പോരാടിടാം, കർത്തൻ വേല ചെയ്തിടാം, ജയഗീതം പാടി ഘോഷിക്കാം. ക്രിസ്തുവിന്റെ പിൻപെ പോകണം, സത്യപാത കാട്ടി തന്നിടും, നീതിമാർഗമോതി തന്നിടും. ക്രൂശിന്റെ സാക്ഷിയായി ധീരപടയാളിയായി ക്രിസ്തുവിനായി യുദ്ധം ചെയ്തിടാം. ക്രൂശിന്റെ സാക്ഷിയായി ധീരപടയാളിയായി ക്രിസ്തുവിനായി യുദ്ധം ചെയ്തിടാം. പോകണം, 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 ക്രിസ്തുവിന്റെ പിൻപെ പോകണം. കണ്ണുനീർ തുടച്ചു നീക്കിടും, ആശ്രിതർ കലമ്പമേകിടും. ജീവനെ വെടിഞ്ഞു ലോക ഇമ്പം വെറുത്തു, ക്രിസ്തുവിനായി പോർ ചെയ്തിടുക. ജീവനെ വെടിഞ്ഞു ലോക ഇമ്പം വെറുത്തു, ക്രിസ്തുവിനായി പോർ ചെയ്തിടുക. പോകണം, 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 ക്രിസ്തുവിന്റെ പിൻപെ പോകണം. പാപികൾക്കു രക്ഷയേകിടും, രോഗികൾക്കു സൗഖ്യം നൽകിടും. പാപത്തെ വെറുത്തും ദൈവഹിതം ചെയ്തും രക്ഷകന്റെ പിൻപെ പോയിടാം. പാപത്തെ വെറുത്തും ദൈവഹിതം ചെയ്തും രക്ഷകന്റെ പിൻപെ പോയിടാം. പോകണം, 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 ക്രിസ്തുവിന്റെ പിൻപെ പോകണം. ഇന്നത്തെ തിരുവചന
വായനയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 28 തൊട്ട് 32 വരെയുള്ളതായിരിക്കുന്ന ഭാഗങ്ങൾ ഞാൻ വായിക്കുന്നു. എങ്കിലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യൻ 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമത്തവൻ്റെ അടുക്കൽ ചെന്നു, മകനെ, ഇന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. എങ്കിലും പിന്നത്തേതിൽ അനുതപിച്ച് അവൻ പോയി. രണ്ടാമത്തവൻ്റെ അടുക്കൽ അവൻ ചെന്നു. അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ, ഞാൻ പോകാം അപ്പാ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. പോയില്ല താനും. ഈ 2 പേരിൽ ആരാകുന്നു അപ്പൻ്റെ ഇഷ്ടം ചെയ്തത്? ഒന്നാമത്തവൻ എന്ന് അവർ ഉത്തരം പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നുവെന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു. നിങ്ങളവനെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചു. അത് കണ്ടിട്ടും നിങ്ങൾ അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തേതിൽ അനുതപിച്ചില്ല. ദൈവം നമ്മെ ഈ തിരുവചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് വലിയവനായ ദൈവത്തോട് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായിരിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, ഈ മഹനീയമായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ശബ്ദത്തിന് വേണ്ടി അടിയങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾക്ക് ഇപ്രകാരം ഈ മീഡിയ മിനിസ്ട്രിയിലൂടെ അങ്ങയുടെ വചനം ധ്യാനിപ്പാൻ തക്കവണ്ണം ഒരിക്കൽ കൂടി അവിടുന്ന് അവസരം നൽകിയിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ അടിയങ്ങളുടെ വചനധ്യാനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണം. കർത്താവെ, അടിയങ്ങളത് കേട്ട് അടിയങ്ങളുടെ ആത്മീയ ജീവിതം ഒരു പടി കൂടെ ഉയരുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അടിയങ്ങൾക്ക് വേണ്ടി വചനം നൽകുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ട കർത്തദാസനെ തിരുസന്നിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ മകൻ്റെ വായിലെ വാക്കുകളല്ല, ദൈവിക ശബ്ദം പ്രിയ മകനിലൂടെ കേൾപ്പാൻ തക്കവണ്ണം അടിയങ്ങളെ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, അടിയങ്ങളെ കാലാന്ത്യത്തിൽ ജീവിക്കുന്നു. ഈ കാലാന്ത്യത്തിൽ അടിയങ്ങളുടെ ജീവിതം അടിയങ്ങൾ ക്രമപ്പെടുത്തിക്കൊണ്ട് അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ അന്ത്യകാലത്ത് ജീവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വളരെയധികം പ്രതിസന്ധികളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നിറഞ്ഞതായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അടിയങ്ങൾ ജീവിക്കുന്നു. എങ്കിലും കർത്താവെ, അടിയങ്ങളുടെ മനുഷ്യ ജീവിതത്തിന് വേണ്ടുന്നതായിരിക്കുന്ന എല്ലാ കൃപകളും നന്മകളൊക്കെയും അവിടുന്ന് പ്രദാനം ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾ തിരുനാമഹത്വത്തിനായി ജീവിപ്പാൻ തക്കവണ്ണം അടിയങ്ങളെ അവിടുന്ന് ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ ബലഹീനരും അപ്രാപ്തരും പാപികളും ദോഷികളുമാണ്. എങ്കിലും കർത്താവെ, അടിയങ്ങളെ അവിടുന്ന് വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന മഹാദയയ്ക്ക് വേണ്ടി അടിയങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് ശബദത്തിൽ അടിയങ്ങൾ അനേകർ അടിയങ്ങളുടെ ഇടയിൽ രോഗപ്രയാസങ്ങളിലും കഷ്ടപ്പാടുകളിലും കഴിയുന്നുണ്ട്. അവർക്ക് വേണ്ടി അടിയങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സമാധാനവും രോഗസൗഖ്യവും പ്രാപിപ്പാൻ തക്കവണ്ണം അവർക്ക് ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും അനുഭവിക്കുന്നവർക്ക് വേണ്ടി അടിയങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവർക്ക് അവിടുന്ന് സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, സഭയുടെ എല്ലാ കർമ്മപരിപാടികളെയും അടിയങ്ങൾ തിരുസന്നിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിനനുസരിച്ചല്ല, അടിയങ്ങൾ കർത്താവെ അങ്ങയുടെ വചനത്തിനനുസരിച്ച് ഈ കാലഘട്ടത്തിലും ജീവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, അടിയങ്ങൾ ത്രിവിധ ദൂതൻ്റെ പ്രചാരകരായി അടിയങ്ങളെ അവിടുന്ന് എടുത്തിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ അടിയങ്ങൾ ത്രിവിധ ദൂത് ലോകമെങ്ങ് എത്തിപ്പാൻ തക്കവണ്ണം അടിയങ്ങളെ അവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ ഈ ശുശ്രൂഷ അനുഗ്രഹിക്കണം. അടിയങ്ങളുടെ സഭയുടെ എല്ലാ മേഖലകളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. വിദ്യാഭ്യാസ രംഗത്തെ അനുഗ്രഹിക്കണം. അതുപോലെ കർത്താവെ, അടിയങ്ങളുടെ ഹോസ്പിറ്റലുകൾ, അടിയങ്ങളുടെ മറ്റ് സ്ഥാപനങ്ങൾ എല്ലാം തിരുസന്നിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ സഭയുടെ ഭരണമേഖലയെ അടിയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, കരയിലുള്ളതായിരിക്കുന്ന അടിയങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അടിയങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അനേകർ ഈ കാലഘട്ടത്തിൽ സത്യം അറിയുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികളെ ഓർത്ത് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയെ നയിപ്പാൻ തക്കവണ്ണം വേണ്ടുന്നതായിരിക്കുന്ന ജ്ഞാനവും ബുദ്ധി ശക്തിയൊക്കെയും അടിയങ്ങളുടെ സഭാ മേലധ്യക്ഷന്മാർക്ക് അവിടുന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ അടിയങ്ങളുടെ കൂടിവരവ് ഏറ്റവും അനുഗ്രഹവും സന്തോഷവുമായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണം. വിശുദ്ധ ശബ്ദത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിച്ചുകൊണ്ട് കടന്നു പോകാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് വചനം കേൾക്കുന്നതായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. അവരുടെയൊക്കെയും ജീവിത ആവശ്യങ്ങൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവ് ഏറ്റവും ദുരിതമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അടിയങ്ങൾ ഉണർന്ന് ജീവിപ്പാൻ തക്കവണ്ണം ഇടയാക്കണം. അവസാനം അവിടുന്ന് രാജാതിരാജാവായി മേഘാരൂഢനായിട്ട് ഈ ഭൂമി എഴുന്നള്ളുമ്പോൾ അടിയങ്ങളൊക്കെയും കർത്താവെ, മഹാപ്രത്യക്ഷതയിൽ അങ്ങയോടൊപ്പം എത്തിച്ചേരുവാൻ തക്കവണ്ണം അവസരം നൽകണമെന്ന് അടിയങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ ജീവൻ വെച്ച യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയോടെ യാചിക്കുന്നു. ആമേൻ.
മിഴി നനയും നേരം കരളുരുകും കാലം തളരരുതേ കുഞ്ഞെ പതറരുതേ. കരയാൻ മാത്രമോ ഈ ജന്മം ഇന്ന് ഇനിയും ചോദിച്ചു തകരരുതേ. മിഴി നനയും നേരം കരളുരുകും കാലം തളരരുതേ കുഞ്ഞെ പതറരുതേ. കരയാൻ മാത്രമോ ഈ ജന്മം ഇന്ന് ഇനിയും ചോദിച്ചു തകരരുതേ. കാണുമോ എൻ്റെ ഹൃത്തടം, നുകരുമോ എൻ്റെ സ്നേഹവും. കാണുമോ എൻ്റെ ഹൃത്തടം, നുകരുമോ എൻ്റെ സ്നേഹവും. ഒരു മുളം തണ്ടാം നിന്നെ ഛേദിച്ചു ഒരുപാട് മുറിവുകളേകി ഞാൻ. നോവുകൾ ഒടുവിൽ നാദങ്ങളാകാൻ നീയൊരു പുല്ലാം കുഴലാകാൻ. ചേറിലും ചെന്താമരയില്ലേ രാവുകൾ കൊടുവിൽ പകലില്ലേ. ചേറിലും ചെന്താമരയില്ലേ രാവുകൾ കൊടുവിൽ പകലില്ലേ. മിഴി നനയും നേരം കരളുരുകും കാലം തളരരുതേ കുഞ്ഞെ പതറരുതേ. കരയാൻ മാത്രമോ ഈ ജന്മം ഇന്ന് ഇനിയും ചോദിച്ചു തകരരുതേ. സൂര്യഗോളത്തിൻ പ്രഭയിൽ നിൽക്കുമ്പോൾ കരയുമോ കൈത്തിരിയണയുകിൽ. കാനാൻ ദേശം നിന്നുള്ളിലുള്ളപ്പോൾ മരുഭൂവിൻ യാത്രയിൽ തളരാമോ. അറിയാതെ വിത്തിൽ കതിരുണ്ടോ, കൊട്ടാതെ കല്ലിൽ ശില്പവും. അറിയാതെ വിത്തിൽ കതിരുണ്ടോ, കൊട്ടാതെ കല്ലിൽ ശില്പവും. മിഴി നനയും നേരം കരളുരുകും കാലം തളരരുതേ കുഞ്ഞെ പതറരുതേ. കരയാൻ മാത്രമോ ഈ ജന്മം എന്ന് ഇനിയും ചോദിച്ചു തകരരുതേ. കാണുമോ നിന്റെ ഹൃത്തടം, നുകരുമോ എൻ്റെ സ്നേഹവും. കാണുമോ എൻ്റെ ഹൃത്തടം, നുകരുമോ എൻ്റെ സ്നേഹം.
ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരെയും ഇന്നത്തെ ദിവ്യ ആരാധനയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും ശബത്തിൻ്റെ ഒരു സന്തോഷത്തെ ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചവട്ടക്കാലം വലിയവനായ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും കാത്തുപരിപാലിച്ച് നമുക്ക് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളൊക്കെയും നൽകി ഇന്നത്തെ വിശുദ്ധ ദിവസം ദൈവസന്നിധിയിൽ നന്ദിയോടെ ദൈവത്തെ സ്മരിക്കുവാനും ആരാധിക്കുവാനും തക്കവണ്ണം കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ദൈവനാമത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളെ ഇത്രത്തോളം കാത്തുപരിപാലിച്ച് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് നിങ്ങളുടെ മുൻപാകെ ദൈവവചനമായി നിൽക്കുവാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിച്ചതിൽ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ അവസരം നൽകിയതായ നോർത്ത് കേരള സെക്ഷൻ അഡ്മിനിസ്ട്രേഷനോടുള്ളതായ എൻ്റെ നന്ദിയെ ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. അല്പനേരം ദൈവവചനത്തിൽ നിന്ന് ഞാൻ ചിന്തിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തിരിക്കുന്നതായ ഭാഗം മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 28 മുതൽ 32 വരെയുള്ളതായ വാക്യങ്ങളാണ്. ഇന്ന് ആ വാക്യങ്ങൾ നമ്മൾ വായിച്ചു കേട്ടു. അത് ഇപ്രകാരമാണ് ആരംഭിക്കുന്നത്. 28-ാമത്തെ വാക്യം: എങ്കിലും നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമത്തവൻ്റെ അടുക്കൽ ചെന്ന്, മകനെ, ഇന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. എങ്കിലും പിന്നത്തേതിൽ അനുതപിച്ച് അവൻ പോയി. രണ്ടാമത്തവൻ്റെ അടുക്കൽ അവൻ ചെന്ന് അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പോൾ ഞാൻ പോകാം അപ്പാ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. പോയില്ല താനും. ഈ 2 പേരിൽ ആർ ആകുന്നു അപ്പൻ്റെ ഇഷ്ടം ചെയ്തത്? ഒന്നാമത്തവൻ എന്ന് അവർ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുൻപായി ദൈവരാജ്യത്തിൽ കടക്കുന്നു എന്ന് സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്നുള്ള കർത്താവെ, നല്ല സമയത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. നാഥ, ഈ വചനത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. പിതാവേ, ഈ വചനം അടിയങ്ങൾക്ക് ഇന്ന് നൽകിയതിൽ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വചനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ തക്കവണ്ണം ഉയരത്തി എന്നുള്ള ജ്ഞാനത്താൽ അടിയങ്ങൾ ഓരോരുത്തരെയും ഇവിടെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം എഴുതപ്പെട്ടതായ ആത്മാവിലൂടെ സംസാരിക്കുവാൻ അടിയങ്ങളെ അവിടെ ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ഓരോ കേൾവിക്കാരിലും കർത്താവെ അങ്ങയുടെ ആത്മാവിനെ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചോദിച്ചാൽ അധികം നമ്മ നിറയ്ക്കണം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ചോദിക്കുന്നു, പിതാവേ, ആമേൻ. നമ്മളിപ്പോൾ വായിച്ചതായ വാക്യം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അവസാന കാലഘട്ടം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലുള്ളതായ അവസാന ആഴ്ചവട്ടത്തിൻ്റെ മധ്യത്തിൽ നടക്കുന്നതായ ഒരു സംഭവമാണ്. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത് ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു ഉപമയാണ്, ഒരു ഉദാഹരണമാണ് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് ഒരുപാട് ഉപമകളിലൂടെ തൻ്റെ ജനത്തോട് സംസാരിക്കുന്നതായ രീതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെയും അതേ രീതി ഉപയോഗിച്ചുകൊണ്ട് വളരെ ലഘുവായിട്ടുള്ളതായ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് വലിയ കുറേ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ വലിയ വിഷയത്തെക്കുറിച്ച് വ്യക്തമാക്കുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഇവിടെ സംസാരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഉപമ പറയുവാൻ ഉണ്ടായതായ ഒരു സാഹചര്യത്തെക്കുറിച്ചും നമ്മൾ ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഉപമയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഇതിൻ്റെ ആന്തരികമായ അർത്ഥത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുന്നതിന് മുൻപ് ഇതിൻ്റെ പശ്ചാത്തലവും അപ്പോഴത്തെ സാഹചര്യവും ഇതുമായി ബന്ധപ്പെട്ടുള്ളതായ കുറേ കഥാപാത്രങ്ങളെയും നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടതായ ആവശ്യമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലുള്ളതായ ശുശ്രൂഷയുടെ അവസാനമായിരിക്കുന്നതായ ഒരു സാഹചര്യം, തൻ്റെ അവസാനം അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ശക്തിയോടെ ദൈവവേലയിൽ കർത്താവായ യേശു ക്രിസ്തു വ്യാപിക്കുന്നതായ ഒരു സാഹചര്യം, അല്ലെങ്കിൽ കൂടുതൽ ശക്തിയോടെ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുവാൻ സമയം കണ്ടെത്തുന്നതായ ഒരു സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അതിനുവേണ്ടി കർത്താവായ യേശു ക്രിസ്തു യെരുശലേം പട്ടണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തു യെരുശലേം പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി അറിയാം. സാധാരണ രീതിയിൽ കർത്താവായ യേശു ക്രിസ്തു യാത്ര ചെയ്യുന്നതായ മറ്റു സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത് പോലെയല്ല ഇവിടെ കർത്താവായ യേശു ക്രിസ്തു യെരുശലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ യെരുശലേം പട്ടണത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. കർത്താവായ യേശു ക്രിസ്തുവെ ഒരു കഴുതപ്പുറത്ത് മിശിഹായായി കർത്താവായ യേശു ക്രിസ്തു ഈ യെരുശലേം പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നതായ ഒരു സാഹചര്യമാണ്. അതിനുശേഷം ഉണ്ടാകുന്നതായ കുറേ സംഭവങ്ങൾക്ക് ശേഷം
കർത്താവായ യേശു ക്രിസ്തുവിന് നേരിടുന്ന ഒരു ചോദ്യത്തിന് മറുപടിയാണ് ഇപ്പോൾ നമ്മൾ വായിച്ചതായ ഈ ഉപമ എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു ആർക്കും വേണ്ടാത്തതായ, എല്ലാവരാലും നിന്ദിക്കപ്പെട്ടിരുന്നതായ ഒരു കഴുതപ്പുറത്ത് കർത്താവായ യേശു ക്രിസ്തു യെരുശലേം ദേവാലയത്തിലേക്ക് അല്ലെങ്കിൽ യെരുശലേം പട്ടണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ഹോശന്ന പാടിക്കൊണ്ട് ഒരു മിശിഹ എന്ന നിലയ്ക്ക് വരവേൽക്കുവാൻ തക്കവണ്ണം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായ അല്ലെ ക്രിസ്തുവിനെ പ്രവാചകരായി കണ്ടതായ ഒരു സമൂഹത്തിൻ്റെ മധ്യേ കർത്താവായ യേശു ക്രിസ്തു യെരുശലേമിൽ പ്രവേശിക്കുന്നു. യെരുശലേമിൻ ദേവാലയത്തിൽ കർത്താവായ യേശു ക്രിസ്തു കണ്ടതായ അനീതി പ്രവർത്തികളെ അല്ലെങ്കിൽ അന്യായ പ്രവർത്തികളെ കർത്താവായ യേശു ക്രിസ്തു നഖശിഖാന്തം എതിർക്കുന്ന ഒരു സാഹചര്യം അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദേവാലയത്തിൽ വെച്ചുള്ളതായ കച്ചവടക്കാരെ കണ്ടപ്പോൾ അതീവ കോപാകുലനായി രോക്ഷം കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന് അവിടെ ചാട്ടവാറെടുത്ത് അവരെ അടിച്ചോടിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഈ ഭാഗത്ത് നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നുണ്ട്. എൻ്റെ ആലയം, എൻ്റെ പ്രാർത്ഥനാലയം നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു അവിടെ ഉണ്ടായിരുന്നതായ കച്ചവടക്കാരെയും വാണിജ്യക്കാരെയും ഒക്കെയും ഓടിക്കുന്നതായ ഒരു സാഹചര്യം നമുക്ക് കാണുന്നുണ്ട്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അധികാരത്തിൽ ശുശ്രൂഷകൾ നടത്തിക്കൊണ്ടിരുന്നതായ സാഹചര്യം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കുറേ ആൾക്കാർ അല്ലെങ്കിൽ ഒരു കൂട്ടം സമൂഹം കടന്നു വന്നതിന് ശേഷം ആ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, നീ ഇത് എന്ത് അധികാരത്തിൽ ചെയ്യുന്നു എന്നുള്ളത്. ഇത് എന്ത് അധികാരത്തിൽ നീ ഇതൊക്കെയും ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണ്. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്ന് ഇത് ചോദിക്കുന്നതായ ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇതിന് ശേഷം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഈ ചോദ്യത്തിനുള്ളതായ മറുപടി കർത്താവായ യേശു ക്രിസ്തു ഒരു മറുചോദ്യമായി നൽകുകയും പിന്നെ അതിൻ്റെ വിവരണം കർത്താവായ യേശു ക്രിസ്തു ഒരു ഉപമയിലൂടെ ആ ഉപമയോട് യോജിച്ച് നിൽക്കുന്നതായ മറ്റ് 2 ഉപമകൾ കൂടി ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഒരു തോട്ടത്തിലുള്ളതായ കൃഷിപ്പണിക്കാരുടെ ആ തോട്ടത്തിലുള്ളതായ ഉടയോൻ്റെ തോട്ടത്തിലേക്ക് അയക്കുന്നതായ പുത്രൻ്റെ അല്ലെങ്കിൽ തോട്ടത്തിലേക്ക് അയക്കുന്നതായ മറ്റ് ഭൃത്യന്മാരുടെ ഒക്കെയും ഇവരുടെയൊക്കെയും ഈ കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഉപമ പറഞ്ഞുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഈ ചോദ്യത്തിന് മറുപടി നൽകുകയാണ്. വീണ്ടും കർത്താവായ യേശു ക്രിസ്തു മറ്റൊരു ഉപമ പറയുന്നു. ഒരു കല്യാണ വിരുന്നിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഈ ചോദ്യത്തിന് മറുപടി പറയുകയാണ്. അതിനുശേഷം വീണ്ടും ഒരു വാഗ്വാദം ഇവർ തമ്മിൽ ഉണ്ടാകുന്നു. ആ 2 ചോദ്യങ്ങൾ ഇവർ തിരിച്ചു ചോദിക്കുന്നു. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ്, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ എന്നുള്ളതിനെക്കുറിച്ച് അവിടെയും കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായി മറുപടി പറയുന്നു. അതിനുശേഷം മരണത്തിൽ മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ളതായ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ കുരുക്കുവാൻ അല്ലെങ്കിൽ കുടുക്കുവാൻ അവർ ശ്രമിക്കുന്നതായ ഒരു സാഹചര്യം. ഇവിടെയൊക്കെ ഈ മുൻപേ പരാജയപ്പെടുന്നതായ ഒരു സമൂഹത്തെ നമുക്കിവിടെ കാണാൻ തക്കോണം സാധിക്കുന്നുണ്ട്. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടം അധികാരവർഗത്തെ നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കുന്നു. മഹാപുരോഹിതന്മാരും പണ്ഡിതരെന്ന് അവകാശപ്പെടുന്നതായ പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെയും എന്ത് ചെയ്യുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ ചോദ്യം ചെയ്യുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരത്തെ. അതിനുശേഷം നമ്മൾ കാണുന്ന കഥാപാത്രങ്ങൾ ഇങ്ങനെയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ഒറ്റുകൊടുക്കുവാൻ വേണ്ടി തൻ്റെ കൂട്ടത്തിലുള്ള ഒരു ശിഷ്യൻ യൂദാസിനെ കാണുന്നു. ആ യൂദാസിനെ വില കൊടുത്ത് വാങ്ങുകയും യൂദാസിൽ നിന്നും യൂദാസ് കർത്താവായ യേശു ക്രിസ്തുവിനെ ഒറ്റുകൊടുക്കുന്നതായിട്ട് കാണാൻ തക്കോണം സാധിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ ഒറ്റുകൊടുത്തതായ സാഹചര്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ, പിടിച്ച് കെട്ടിക്കൊണ്ടു പോകുവാൻ വേണ്ടി ഒരു കൂട്ടം പടയാളികളെ നമ്മൾ കാണുന്നു. അതിനുശേഷം കർത്താവായ യേശു ക്രിസ്തുവിനെ ന്യായം വിധിക്കുവാൻ വേണ്ടി ന്യായവിസ്താര സഭയുടെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നു. പീലാത്തോസിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരികയാണ്. പീലാത്തോസിന് ഈ മനുഷ്യനിൽ തെറ്റ് കാണാൻ സാധിക്കാത്തത് കൊണ്ട്, എന്നാൽ പുരുഷാരത്തെ അവരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ അവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു കൊടും കുറ്റവാളിയെ വെറുതെ വിട്ട് പീലാത്തോസ് ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി മാറി നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ കാണാൻ തക്കോണം സാധിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ പിടിച്ചുകൊണ്ടുപോകുവാൻ പടയാളികൾ വരുമ്പോൾ തൻ്റെ ശിഷ്യന്മാരിൽ മറ്റൊരാൾ ആ കർത്താവായ യേശു ക്രിസ്തുവിനെ സംരക്ഷിക്കുവാൻ വേണ്ടി പടയാളികളുടെ വാളൂരി അവരുടെ ചെവി ഇറക്കുന്നതായൊരു കഥാപാത്രത്തെ നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കുന്നുണ്ട്.
പിന്നെ നമ്മൾ ചിന്തിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശീകരിക്കുന്നതായ സാഹചര്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചമർത്തുവാനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൈകളിൽ ആണിയടിക്കുവാനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുറത്ത് ചോട്ടവാർ കൊണ്ടടിക്കുവാനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രങ്ങൾ ചീട്ടിട്ട് വീതിച്ചെടുക്കുവാനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുഖത്ത് തുപ്പുവാനും അവൻ്റെ രോമങ്ങൾ പിഴുതെറിയുവാനും ശ്രമിക്കുന്നതായ ഒരു കൂട്ടം പടയാളികളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ അടിച്ച് അവശനാക്കി തന്നെ ക്രൂശിക്കേണ്ടതായ ക്രൂശ് സ്വയം ചുമലിലേറ്റുകൊണ്ട് ഗോൽഗോത്ത മലയിലേക്ക് അവശനായി നടന്നു നീങ്ങുന്നതായ അല്ലെങ്കിൽ ഇഴഞ്ഞു നീങ്ങുന്നതായ കർത്താവായ യേശു ക്രിസ്തുവിനെ ദയനീയതയോടെ മനസ്സലിവോടെ നോക്കി നിന്നതായ കുറേനക്കാരനായ ശീമോനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവൻ മനസ്സലിവോടെ നോക്കി നിന്നപ്പോൾ അവനോട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് എടുക്കുവാൻ നിർബന്ധിച്ചതായ പടയാളികളെ കാണാൻ സാധിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് എടുക്കുവാൻ നിർബന്ധിച്ചപ്പോൾ ആ പടയാളികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു മടിയും കൂടാതെ കർത്താവായ യേശു ക്രിസ്തുവിനെ തയ്യാറായ കുറേനക്കാരനായ ശീമോൻ എന്ന കഥാപാത്രത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാറിൽ കുത്തുവാൻ ശ്രമിക്കുന്ന ഒരു പടയാളി, കർത്താവായ യേശു ക്രിസ്തു ദാഹത്തിൽ വെള്ളം ചോദിക്കുമ്പോൾ കുടിക്കുവാൻ കയ്പുള്ള നീർ കൊടുക്കുന്ന പടയാളികളെ ഒക്കെയും ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങളെ നമ്മൾ ഈ ഭാഗത്ത് ദർശിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ നമ്മൾ കാണുന്നത് ക്രിസ്തുവിനോടൊപ്പം ക്രൂശിച്ച രണ്ട് കള്ളന്മാരെയാണ്. അതിലൊരു കള്ളൻ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് മാനസാന്തരത്തോടെ തൻ്റെ ഹൃദയത്തിലുണ്ടായതായ ആ ഒരു പശ്ചാത്താപത്തോടെ ക്രിസ്തുവിനോട് ആവശ്യപ്പെടുന്നു, അങ്ങ് രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ നീ എന്നെയും ഓർക്കണമേ എന്ന് പറയുമ്പോൾ ക്രിസ്തു അവന് കൊടുക്കുന്ന മറുപടി ഇപ്രകാരമാണ്, നീ ഇന്ന് എൻ്റെ കൂടെ പറുദീസയിലിരിക്കുമെന്നാണ്. നോക്കണം, അവിടെ രണ്ട് കള്ളന്മാരെ എന്ന കഥാപാത്രത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നീട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങുവാനും അടക്കം ചെയ്യുവാനും തയ്യാറാകുന്നതായ ഒരു സമൂഹത്തെ കാണുവാൻ സാധിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തെ സുഗന്ധവ്യഞ്ജനങ്ങൾ കൊണ്ട് പൂശുവാൻ തക്കവണ്ണം തയ്യാറാകുന്ന ഒരു കൂട്ടം സമൂഹം, ക്രിസ്തുവിനെ അലിവോടെ സ്നേഹത്തോടെ ക്രിസ്തുവിൻ്റെ ഈ മരണത്തിൽ മനം തൊന്ന് കരയുന്ന ഒരു കൂട്ടം സമൂഹം, ക്രിസ്തുവിൻ്റെ ഈ മരണത്തിൽ പേടിച്ച് ചിതറിപ്പോയ മറ്റൊരു കൂട്ടം സമൂഹം, അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് അപ്പോഴത്തെ മനുഷ്യരുടെ സാഹചര്യം. ആ മനുഷ്യരുടെ ഇടയിൽ ഒറ്റുകാരുണ്ടായിരുന്നു, തള്ളിപ്പറയുന്നവരുണ്ടായിരുന്നു, സ്വയം കൈ കഴുകി എല്ലാം അനുവദിച്ചതിന് ശേഷം സ്വയം കൈ കഴുകി മാറി നിൽക്കുന്നവരുണ്ടായിരുന്നു, ഉപദ്രവിക്കുന്നവരുണ്ടായിരുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ കളിയാക്കുന്നവരുണ്ടായിരുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ മുഖത്ത് തുപ്പി കർത്താവായ യേശു ക്രിസ്തുവിനെ അധിക്ഷേപിക്കുന്നവരുണ്ടായിരുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ സഹായിപ്പാൻ തയ്യാറായ ശിഷ്യനുണ്ടായിരുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ സഹായിപ്പാൻ തയ്യാറായിട്ടുള്ളതായ കുറേണക്കാരനായി ശീമോനുണ്ടായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കുവാൻ വേണ്ടി ഇവനെ ക്രൂശിക്കുക, കൊടും കുറ്റവാളിയെ വിട്ടയക്കുക എന്ന് പറയുവാൻ വേണ്ടി ഒരു കൂട്ടം സമൂഹമുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ആ സാഹചര്യത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇങ്ങനത്തെ മനോഭാവമുള്ളതായ മനുഷ്യരുണ്ടായിരുന്നു. ക്രിസ്തുവിനെ കൊല്ലാൻ ഗൂഢാലോചന ചെയ്യുന്ന അധികാരമോഹമുള്ള ഒരു വർഗം. അതിൻ്റെ ഫലമായി ഒറ്റുകാരെ വില കൊടുത്തു വാങ്ങുന്നു, ഒറ്റ കൊടുക്കാൻ തയ്യാറാകുന്നു ഒരാൾ. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവർ, ക്രിസ്തുവിനെ അടിക്കുന്നതും ക്രിസ്തുവിനെ ഉപദ്രവിക്കുന്നതും ഒരു ഹരമായി കൊണ്ടതായ പടയാളികൾ, ഇങ്ങനെയുള്ളതായ സമൂഹം ആയിരുന്നു അന്നുണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ആദ്യമായി നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ സാഹചര്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഈ ഉപമ സംസാരിക്കുമ്പോൾ അവിടുത്തെ ജനത്തിൻ്റെ അവസ്ഥ ഇതായിരുന്നു, അവരുടെ ജനത്തിൻ്റെ മനോഭാവം ഇതായിരുന്നു, അവിടുത്തെ സാഹചര്യം ഇതായിരുന്നു, അവർ വസിക്കുന്നതായ ദേശത്തിലെ പശ്ചാത്തലം ഇതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ദൂത് നൽകുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് അനുയോജ്യമാണോ അതോ അന്നത്തെ ജനങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവം കൊടുത്തതായ ഒരു ദൂതാണോ എന്ന് വ്യക്തമാക്കുവാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചത്. നോക്ക്, ഇതേ മനോഭാവമുള്ളതായ മനുഷ്യർ ഇന്നുമുണ്ട്. നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സാങ്കേതിക വിദ്യ ഏറ്റവും അധികം വളർച്ച പ്രാപിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. നമുക്കറിയാം IoT അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. പണ്ടൊക്കെയും അല്ലെങ്കിൽ ഒരു 10-12 വർഷങ്ങൾക്ക് മുൻപേ നമ്മൾ മൊബൈൽ ഫോണുകളിലും ലാപ്ടോപ്പുകളിലുമൊക്കെയും ഇൻ്റർനെറ്റ് കണക്ട് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മൾ ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ളതായ മറ്റ് ഉപകരണങ്ങളിൽ പോലും, ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നതായ വാഷിംഗ് മെഷീൻ, TV, ഫ്രിഡ്ജ്, ഫാന്, അങ്ങനെയുള്ളതായ
ഉപകരണങ്ങളിൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ നിയന്ത്രിക്കുന്ന, ദൂരെ നിന്ന് അതിനെ നിയന്ത്രിക്കുന്നതായ ഒരു സാഹചര്യം, വയർലെസ് ചാർജിങ്, അതുപോലെ തന്നെ എന്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നു. ഒരു ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അന്നത്തെ കാലഘട്ടത്തെ അപേക്ഷിച്ച് നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഭാഗികമായിരിക്കുന്ന പ്രകടനങ്ങളിലും നമ്മളുടെ വസ്ത്രധാരണത്തിലും ഒക്കെയും ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നല്ല വ്യത്യാസങ്ങളുണ്ട്. നമ്മളുടെ ലൈഫ് സ്റ്റൈൽ, ജീവിതശൈലിയിൽ നല്ല വ്യത്യാസമുണ്ടല്ലേ. അതായത് നമ്മൾ ഡിജിറ്റലായിട്ടുള്ളതായ ഒരു ജീവിതശൈലിയാണ് നമ്മൾ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അന്നത്തെ ജനത്തിൻ്റെ അതേ മനോഭാവം ഇന്നത്തെ ജനത്തിൻ്റെ മനോഭാവം തന്നെയാണ്. യാതൊരു വിധത്തിലെയും വ്യത്യാസമില്ല എന്ന് കാണാൻ തക്കോണം സാധിക്കുന്നു. അന്നത്തെ ജനത്തിൽ ഒറ്റുകാരുണ്ടായിരുന്നു, തള്ളിപ്പറയുന്നവരുണ്ടായിരുന്നു, കൈ കഴുകി മാറി നിൽക്കുന്നവരുണ്ടായിരുന്നു, അധികാരമോഹത്തോടെ ഉപദ്രവിക്കുവാൻ ഗൂഢാലോചന ചെയ്യുന്നവരുണ്ടായിരുന്നു, ഉപദ്രവിക്കുവാൻ വേണ്ടി തയ്യാറാകുന്നവരുണ്ടായിരുന്നു, ഉപദ്രവിക്കുന്നതിലൂടെ മനുഷ്യർ ഹരം കണ്ടെത്തുന്നതായ അല്ലെങ്കിൽ സന്തോഷം കണ്ടെത്തുന്ന സമൂഹമുണ്ടായിരുന്നു. നോക്കണം, ഇന്നത്തെ കാലഘട്ടത്തിലും ഡിജിറ്റൽ യുഗമായിരിക്കുന്ന ഈ കാലഘട്ടത്തിലും അതേ മനുഷ്യരുള്ളതായ സാഹചര്യമാണ്. അതുകൊണ്ട് ഇന്ന് വായിച്ചതായ ഈ വാക്യം ഇന്നത്തെ യുഗത്തിലെ ജനങ്ങൾക്കും അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ യുഗത്തിലെ മനുഷ്യർക്കും ആവശ്യമായിരിക്കുന്ന ഒരു ഉപമയാണ് എന്ന് മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നുണ്ട്. ഇവിടെ വായിക്കുന്ന ഇപ്രകാരമാണ്: എങ്കിലും നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് ചോദിക്കുകയാണ്. അതിൻ്റെ കാരണം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തു ഒരു ചോദ്യത്തെ അഭിമുഖീകരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തൻ്റെ ദേവാലയം അല്ലെങ്കിൽ തൻ്റെ ആലയം, തൻ്റെ പ്രാർത്ഥന ആലയം കള്ളന്മാരുടെ ഗുഹയാക്കി അതിനെ ഒരു വാണിജ്യ കേന്ദ്രമാക്കി മാറ്റിയതായ ജനങ്ങളെ കോപത്തോടെ അവിടെ നിന്നും അടിച്ചോടിച്ച് തൻ്റെ ആലയത്തെ ശുദ്ധീകരിക്കുവാൻ തയ്യാറായി. ആ അധികാരം എവിടെ നിന്ന് എന്ന് ചോദിക്കുന്നതായ ഒരു കൂട്ടം സമൂഹമുണ്ട്. അവർക്കങ്ങനെ ചോദിക്കുവാൻ ഒരു കാരണമുണ്ടായിരുന്നു. കാരണം അവർ സ്വയം അവകാശപ്പെട്ടിരുന്നത് അവരാണ് അവിടുത്തെ അധികാരികൾ എന്ന്. അധികാരമുണ്ടായിരുന്നവരാണ് ഇത് ചോദിക്കുവാൻ തയ്യാറായത്. അവർ ചോദിക്കുന്ന ചോദ്യം ഇപ്രകാരമാണ്: ഇതൊക്കെയും ചെയ്യാൻ അധികാരമുള്ളതായ ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ നീ എന്ത് അധികാരത്തിൽ ഇത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ കർത്താവായ യേശുക്രിസ്തു അവരോട് പറഞ്ഞതായ മറുപടി ഇപ്രകാരമാണ്. അങ്ങനെയെങ്കിൽ ഈ ചോദ്യത്തിനുള്ള മറുപടിയായി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു ചോദ്യമാണ്, അല്ലേ? ആ ചോദ്യം ഇപ്രകാരമാണ്: നിങ്ങൾക്ക് എന്തു തോന്നുന്നു, യോഹന്നാൻ സ്നാപകന്റെ സ്നാനം അത് സ്വർഗത്തിൽ നിന്നോ അതോ മനുഷ്യരുടേതേ എന്ന് ചോദിക്കുന്നതായ ഒരു സാഹചര്യം നമുക്കിവിടെ കാണാൻ തക്കോണം സാധിക്കുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിൽ ഒരു ഗൂഢാലോചന നടത്തുകയാണ്, അല്ലെങ്കിൽ അവർ തമ്മിൽ പരസ്പരം ആലോചിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ തക്കോണം സാധിക്കുന്നു. അവിടെ ഇപ്രകാരമാണ് സംഭാഷണം പോകുന്നത്. അവർ പറയുന്നു, ഒരുപക്ഷെ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് ഈ സ്നാപക യോഹന്നാൻ്റെ സ്നാനം സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല എന്ന ചോദ്യമുണ്ടാകും. അതുകൊണ്ട് അവർ പറഞ്ഞു, ഇനി അത് മനുഷ്യരുടേതെന്ന് പറഞ്ഞാൽ ഈ യോഹന്നാനെ ഒരു പ്രവാചകനായി കണ്ട ഒരു കൂട്ടം സമൂഹം കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം അവിടെ ഉണ്ട്. ക്രിസ്തുവിനോടൊപ്പം അവിടെ ഉണ്ട്. അവർ എന്തു ചെയ്യും? അവർ ഭയന്നു. കാരണം ഇത് ദൈവത്തിൽ നിന്നല്ല മനുഷ്യരുടേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് അവർ പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്: ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നവർ പറഞ്ഞു. അപ്പോൾ ക്രിസ്തു ഇപ്രകാരമാണ് മറുപടി പറയുന്നത്. അവൾ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു: എന്നാൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനും ഉത്തരം പറയേണ്ട ആവശ്യം എനിക്കില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ മറുപടിയിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തു അതിൻ്റെ ഉത്തരം നൽകി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നുണ്ട്. അതായത് യോഹന്നാൻ സ്നാപകന്റെ സ്നാനം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്നുള്ളത്, അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകൻ സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്നത് ദൈവം കൊടുത്തതായ അധികാരത്തിലാണ് എന്ന് കർത്താവായ യേശു ക്രിസ്തു അവിടെ വ്യക്തമാക്കുകയാണ്. വീണ്ടും നമുക്ക് കാണാൻ തക്കോണം സാധിക്കുന്ന അതിനെ വിശദീകരിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഈ ഉപമ പറയുകയാണ്. അതിനോട് കൂട്ടിച്ചേർത്ത മറ്റ് രണ്ട് ഉപമകളും പറയുന്നത് നമുക്ക് കാണാൻ തക്കോണം സാധിക്കുന്നു. അതുകൊണ്ട് പിന്നീട് അവരോട് തിരിഞ്ഞു നിന്ന് ചോദിക്കുന്ന ചോദ്യം, എന്നാൽ നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് ചോദിക്കുകയാണ്. എങ്കിലും നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് ചോദിച്ചിട്ട് ആ ഉപമ പറയുകയാണ്: ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒന്നാമത്തെ പുത്രൻ്റെ അടുക്കലേക്ക് ചെന്ന്
ഈ പിതാവ് പറയുന്നത് ഇപ്രകാരമാണ്, മകനെ ഇന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെന്ന് വേല ചെയ്യുക എന്ന് പറയുന്നു. എന്നാൽ ആ മകൻ്റെ മറുപടി ഇല്ല, ഞാൻ പോകില്ല എന്നായിരുന്നു. അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. എന്നിട്ട് നമ്മൾ അവിടെ വായിക്കുന്ന ഇപ്രകാരമാണ്, പിന്നത്തേതിൽ അവൻ അനുതപിച്ച് അവനത് ചെയ്തു. അല്ലേ? ഇവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, പിന്നത്തേതിൽ അവൻ അനുതപിച്ച് അവനത് ചെയ്തു. ഇവിടുത്തെ വാക്കുകളൊക്കെയും ശ്രദ്ധിച്ചോണം. ഇപ്രകാരമാണ് അവിടെ പറയുന്നത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒന്നാമത്തെ പുത്രൻ്റെ അടുക്കലേക്ക് ചെന്ന് ആ മനുഷ്യൻ പറഞ്ഞത് ഇപ്രകാരമാണ്, എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെന്ന്, ഇന്ന് എന്ന പദം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, ടുഡേ, ഇന്ന് എന്താണ് വേല ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ആ മകൻ എനിക്ക് മനസ്സില്ല എന്ന് ആ മനുഷ്യനോട് മറുപടി പറഞ്ഞപ്പോൾ ആ മനുഷ്യനുണ്ടായ വേദന നിങ്ങളൊന്ന് ചിന്തിക്കുക. പ്രത്യേകിച്ചൊരു പിതാവിനുണ്ടാകുന്ന വേദന. എന്നാൽ എന്താണ് സംഭവിക്കുന്നത്? പിന്നത്തേതിൽ അവൻ മാനസാന്തരമുണ്ടായി അനുതപിച്ചിട്ട് അവൻ അത് പോയി പൂർത്തീകരിക്കുകയാണ്. ഇവിടെ ഒരു മുന്തിരിത്തോട്ടത്തെ സംബന്ധിച്ചുള്ളതായ കാര്യമാണ് പറയുന്നത്. ഒരു പിതാവ് വേല ചെയ്യുവാൻ ആവശ്യപ്പെടുന്നതായ കാര്യമാണ്. ഈ ഭാഗം ചിന്തിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു കാര്യം, ഒരു പിതാവ് തൻ്റെ പുത്രനോട് അവനും കൂടി അവകാശപ്പെട്ടതായ തൻ്റെ തോട്ടത്തിൽ പോയി വേല ചെയ്യുവാൻ തക്കവണ്ണം ആവശ്യപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ, ഇന്ന് കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? എനിക്കെല്ലാ അധികാരവും നൽകപ്പെട്ടിരിക്കുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതായ അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം എന്താണ് സകലരെയും അത് ഉപദേശിച്ചും കൊണ്ട് സകലരെയും ശിഷ്യരാക്കി കൊള്ളുവാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഈ പിതാവെന്ന് പറയുന്നത് എന്താണ്? ദൈവത്തെ, അല്ലെങ്കിൽ പിതാവായ ദൈവത്തെ സൂചിപ്പിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അധികാരം പിതാവിൽ നിന്നും ലഭിച്ചതാണ് എന്ന് വ്യക്തമാക്കിയതിന് ശേഷം ഈ കാര്യങ്ങളൊക്കെയും ചെയ്യുന്നത് പിതാവ് നൽകിയ അധികാരത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് പറയുന്നത് ആ പിതാവ് പറഞ്ഞത് അനുസരിക്കുവാൻ തക്കവണ്ണമാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. എന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു മകൻ്റെ പ്രതികരണം എപ്രകാരമായിരുന്നു? ഞാനത് ചെയ്യുകയില്ല എന്നുള്ളതാണ്. ഇന്ന് സമൂഹത്തിൽ നോക്കുമ്പോൾ ദൈവത്തോട് ഇങ്ങനെ മറുതലിച്ച് സംസാരിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. സുവിശേഷത്തിൻ്റെ ഭാഗമായിട്ട് ആരാധനാ ദിവസം ശനിയാഴ്ചയാണ് എന്നും ലോകം നൽകുന്ന ദിവസമല്ല ആരാധിക്കേണ്ടത്, ശനിയാഴ്ചയാണ് ആരാധിക്കേണ്ടത് എന്ന സദ്വാർത്ത അല്ലെങ്കിൽ സുവിശേഷം അറിയിക്കുന്നതായ സാഹചര്യം, സൃഷ്ടിയല്ല സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടതെന്നും നമ്മൾ അനുസരിക്കേണ്ടത് സൃഷ്ടാവിനെയാണ് എന്നും പറയുന്നതായ സാഹചര്യത്തിൽ പലപ്പോഴും പലരും അതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, ഇവർ കള്ളന്മാരാണ്, ഇവരെ വീട്ടിൽ പോലും കേട്ടരുത് എന്ന് പറയുന്ന ഒരു കൂട്ടം സമൂഹത്തെ നമുക്ക് ഇന്നും കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഒരു ഉപദേശം നൽകുമ്പോൾ ആ മകൻ പ്രതികരിച്ചത് ഇപ്രകാരം തന്നെയാണ്, ഞാൻ ചെയ്യുകയില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ എന്താണ് സംഭവിക്കുന്നത്? പിന്നത്തേതിൽ അവൻ അനുതപിക്കുന്നു. അങ്ങനെ അനുഭവിക്കുന്ന അനേകരെ നമുക്കിന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. പിന്നീട് താഴോട്ട് വായിക്കുമ്പോൾ രണ്ടാമത്തെ മകൻ്റെ അടുക്കൽ ചെന്ന് ഇതേ കാര്യം തന്നെയാണ് ആവശ്യപ്പെട്ടത്. എന്താണ്? ഇന്ന് നീ എൻ്റെ തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്നാവശ്യപ്പെട്ടു. ആ മകൻ പറഞ്ഞത് ഇപ്രകാരമാണ്, ഞാൻ ചെയ്യാം അപ്പ. ആദ്യത്തെ മകൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് പിന്നത്തേതിൽ അനുതപിച്ചു ചെയ്തു. രണ്ടാമത്തെ മകൻ ചെയ്യാം അപ്പ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? പബ്ജിയും കളിച്ചിരുന്നു. അവൻ ചെയ്തില്ല, അവൻ മറന്നുപോയി. അവൻ ഈ ലോകത്തിലെ മറ്റു കാര്യങ്ങളിൽ വ്യാപൃതനായി അവനിൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം അല്ലെങ്കിൽ ഉത്തരവാദിത്തം അവൻ മറന്നുപോയി എന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. അവൻ അത് ചെയ്തില്ല എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. എന്നിട്ട് അവസാനമായി ചോദിക്കുന്ന ചോദ്യം ഇപ്രകാരമാണ്. എന്താണ് ചോദിക്കുന്നത്? ഈ 2 പേരിൽ എൻ്റെ പിതാവിന് അല്ലെങ്കിൽ ഈ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തവർ ആര് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുകയാണ്. ആരാണ് പറയുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്ത ഒരു വർഗം തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനോട് മറുപടി പറയുകയാണ്, മൂത്ത പുത്രൻ അല്ലെങ്കിൽ ആദ്യത്തെ പുത്രൻ, ഒന്നാമത്തെ പുത്രൻ. ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്തതായ പുത്രനാണ് എന്താണ് ഇവിടെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രവൃത്തിയാലുള്ളതായ നമ്മളുടെ വിശ്വാസത്തെ ഊന്നിപ്പറയുകയാണ് കർത്താവായ യേശു ക്രിസ്തു. പ്രവൃത്തിയില്ലാത്തതായ വിശ്വാസം നിർജീവമാണ് എന്ന് വളരെ വ്യക്തമാക്കുകയാണ്. ഇവിടെ 2 പുത്രന്മാരും
ആ പിതാവിനെ വേദനിപ്പിച്ചു. ഒന്നാമത്തെ പുത്രൻ തൻ്റെ വാക്കുകളിലൂടെ ആ പിതാവിനെ വേദനിപ്പിച്ചു. രണ്ടാമത്തെ പുത്രൻ വാക്കുകളിലൂടെ വേദനിപ്പിച്ചില്ല എങ്കിലും എന്ത് ചെയ്തു? അവൻ്റെ പ്രവൃത്തിയിലൂടെ ഈ പിതാവിനെ വേദനിപ്പിച്ചു. ഈ രണ്ട് പുത്രന്മാരും ഈ പിതാവിനെ വേദനിപ്പിച്ചുവെങ്കിലും ഈ പിതാവിന് ഇഷ്ടമുള്ള പുത്രൻ ആരാണ്? പ്രവൃത്തി ചെയ്തതായ പുത്രനെയാണ്. വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചത് കർത്താവ് മറന്നു. പക്ഷെ പ്രവൃത്തിയാണ് ആവശ്യമെന്ന് എന്ത് ചെയ്തു? ഇവിടെ മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. താഴോട്ട് വായിക്കുമ്പോൾ പിന്നീട് പറയുന്ന ഇപ്രകാരമാണ്. യേശു അവരോട് പറഞ്ഞത്, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുൻപായി ദൈവരാജ്യത്തിൽ കടക്കുന്നു. നോക്കണം, ആ സമൂഹത്തെ നോക്കി പറയുകയാണ്. നമുക്കറിയാം ആ സമൂഹം സ്വയം അവകാശപ്പെടുന്നത് പുരോഹിത വർഗമാണ്, ശാസ്ത്രിമാരാണ്, പരീശന്മാരാണ്, അല്ലേ? അവർ ദേവാലയത്തിൽ കൃത്യമായി പോകുന്നവരാണ്, പതാരം കൊടുക്കുന്നവരാണ്, ഇതെല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞവരാണ്. പക്ഷെ എന്താണ്? അവരിൽ മാനസാന്തരത്തിൻ്റെ ഒരു പ്രവൃത്തി ഇല്ല എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ അവകാശപ്പെടും, ഞങ്ങളിതൊക്കെയും ചെയ്യുന്നില്ല എന്ന് അവകാശപ്പെടുമ്പോൾ അതിന് കൂട്ടിച്ചേർക്കുന്നു. 32-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു, നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരനും വേശ്യമാരും അവനെ വിശ്വസിച്ചു. അത് കണ്ടിട്ടും നിങ്ങൾ അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തേതിൽ അനുദപിച്ചില്ല. ഇനി അത് കണ്ടിട്ടും എന്ത് ചെയ്തില്ല? ഇവരിൽ മാനസാന്തരം ഉണ്ടായില്ല എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു കാര്യം, കർത്താവായ യേശു ക്രിസ്തു പറയുന്ന സമൂഹം ഒരേ മനോഭാവമുള്ള സമൂഹമാണ്. ഇന്ന് ഈ ആധുനിക യുഗത്തിലും ഉണ്ടായിരുന്ന മനോഭാവമുള്ള അതേ മനുഷ്യരുടെ മനോഭാവം തന്നെയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. അല്ലെങ്കിൽ തിരിച്ചും അന്നത്തെ ജനങ്ങളുടെ മനോഭാവമുള്ളതായ ഒരു മനോഭാവമുള്ള ജനമാണ് ഇന്നത്തെ യുഗത്തിലുള്ളതായ ഈ ജനങ്ങളും. അങ്ങനെ ഒരേ മനോഭാവമുള്ള ജനത്തോട് എക്കാലത്തേക്കുമുള്ളതായ ഒരു ദൂതാണ് ഇവിടെ നൽകുന്നത്. ഇവിടെ പറയുന്നത്, നിങ്ങൾ ദൈവസന്നിധിയിൽ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട്. ഞങ്ങൾ അത് ചെയ്തുകൊള്ളാം, ഞങ്ങൾ ഇത് ചെയ്തുകൊള്ളാം, ഞങ്ങൾ പതാരം കൊടുത്തുകൊള്ളാം, ദശാംശം കൊടുത്തുകൊള്ളാം, ദേവാലയത്തിൽ മുടങ്ങാതെ പോയിക്കൊള്ളാം, ഞങ്ങൾ അന്യനെ സഹായിച്ചു കൊള്ളാം എന്നൊക്കെയും തീരുമാനമെടുക്കുന്നു. പക്ഷെ നിങ്ങളെന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ പുത്രനെ പോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നൊരു സാഹചര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. മൂത്തവനെ പോലെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പിന്നത്തേതിൽ അനുദപിച്ചു. ക്രിസ്തുവിടെ പറയുകയാണ്, നിങ്ങൾ അധികാരമോഹത്തോടെ ഈ ലൗകിക ചിന്തയോടെ പല രീതിയിലും നിങ്ങൾ ഈ ലോകത്ത് പെരുമാറുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കെന്താണ്? അനുതാപം ആവശ്യമാണ് എന്ന് വളരെ വ്യക്തമാക്കുകയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നത്. ഇവിടെ പറയുന്ന ഇപ്രകാരമാണ്, ചുങ്കക്കാരും വേശ്യമാരും സ്വർഗരാജ്യത്തിൽ കടക്കും, നിങ്ങൾ കടക്കത്തില്ല എന്നല്ല കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അല്ലെങ്കിൽ ആ വാക്യം ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ശ്രദ്ധിച്ചോണം. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുൻപായി ദൈവരാജ്യത്തിൽ കടക്കുന്നു. ബിഫോർ യു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുൻപായി ദൈവരാജ്യത്തിൽ കടക്കുന്നു. പക്ഷേ ഇപ്പോഴും നിങ്ങളുടെ ആ ദൈവരാജ്യം എന്ന അവകാശം നിഷേധിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ആ രക്ഷ നിഷേധിച്ചിട്ടില്ല. ഇപ്പോഴും നിങ്ങൾക്ക് മാനസാന്തരത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടായാൽ, അനുതാപത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടായാൽ, നിങ്ങൾക്ക് ചുങ്കക്കാർക്കും വേശ്യമാർക്കും പിന്നാലെ സ്വർഗരാജ്യത്തിൽ കടക്കാനുള്ള ഒരു അവസരമുണ്ട് എന്ന് വളരെ വ്യക്തമായി കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നിങ്ങളുടെ രക്ഷ നിഷേധിക്കപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ മനസ്സ് പിന്നെയും കഠിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് നിങ്ങൾക്കൊരു അനുതാപം ഉണ്ടായാൽ, ഇപ്പോഴും നിങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് മൂത്ത മകനെ പോലെ, ആദ്യത്തെ മകനെ പോലെ ഒരു അനുതാപം ഉണ്ടായാൽ, തീർച്ചയായിട്ടും ഇവർക്ക് പിന്നാലെ നിങ്ങളും സ്വർഗരാജ്യത്തിൽ ഉണ്ടാകുമെന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് നിങ്ങളോട് ചോദിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന ചോദ്യം കർത്താവായ യേശു ക്രിസ്തു ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്. എങ്കിലും നിങ്ങൾക്കിപ്പോൾ എന്തു തോന്നുന്നു എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളുടെ ഓരോരുത്തരെയും നമ്മളിന്ന് ശോധന ചെയ്യേണ്ടതായൊരു സാഹചര്യമാണ്. ദൈവസന്നിധിയിൽ വലിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വർഷം നമ്മൾ ആരംഭിച്ചത് തന്നെ. ഈ വർഷത്തിൻ്റെ ഏകദേശം അതിൻ്റെ മധ്യത്തിലുള്ളതായ, അല്ലെങ്കിൽ ആ മധ്യത്തിലുള്ള മാസത്തിലേക്ക് നമ്മൾ കടക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. അല്ലെങ്കിൽ ഏകദേശം 4 മാസങ്ങൾ പിന്നിട്ടതായ ഒരു സാഹചര്യത്തിൽ നമ്മൾ എടുത്തതായ തീരുമാനങ്ങൾ ദൈവസന്നിധിയിൽ പാലിക്കപ്പെട്ടിട്ടുണ്ടോ, നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു സാഹചര്യമാണ്.
ദൈവമേ, ഈ വർഷം ഞാൻ ഒരു ശബദ് പോലും മുടക്കാതെ ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് എല്ലാ ശബദും മുടക്കി വീട്ടിലിരിക്കുന്ന ഒരു സാഹചര്യമാണോ നമുക്കുണ്ടായിട്ടുള്ളത്? ദൈവമേ, ഈ സന്നിധിയിൽ എൻ്റെ വരുമാനത്തിൻ്റെ 10-1 ദൈവസന്നിധിയിലേക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ട് അത് ചെയ്യാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണോ നമുക്കുള്ളത്? ദൈവമേ, ഞാൻ ദൈവസന്നിധിയിൽ എൻ്റെ സഹായത്തിൽ ആവശ്യമായിരിക്കുന്നവരെ കണ്ട് അറിഞ്ഞവരെ സഹായിക്കാൻ എന്നാലാവുന്നത് സഹായിക്കാമെന്ന് തീരുമാനിച്ച നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? നിങ്ങൾ ചിന്തിക്കുക, എങ്കിൽ നിങ്ങൾക്കിപ്പോൾ എന്തു തോന്നുന്നു എന്ന്. നമ്മളുടെ ഓരോരുത്തരെയും മനോഭാവം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇതുവരെയും മാനസാന്തരത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകുവാൻ കൊണ്ട് നമുക്ക് സാധിച്ചിട്ടില്ലേ? ഇപ്പോഴും അധികാരമോഹത്തോടെ മറ്റുള്ളവനെ ഉപദ്രവിച്ച് അവനെ വലിച്ചു താഴിയിട്ട് എങ്ങനെ അധികാരത്തിൽ കയറാം എന്നുള്ള ചിന്തയോടെ തന്ത്രങ്ങൾ മെനയുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? ഒറ്റുകാരെ വിലയ്ക്ക് വാങ്ങുകയാണോ ചെയ്യുന്നത്? ഇപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു? മാനസാന്തരത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകേണ്ട സാഹചര്യം ആയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കും. കാരണം മാനസാന്തരത്തിൽ ഉളവായ പ്രവൃത്തിയിൽ ഇല്ലാതെ നമുക്ക് ദൈവരാജ്യത്തിൽ കടപ്പാൻ തക്കവണ്ണം സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഇപ്രകാരം എഴുതിയിരിക്കുന്നത്, യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു, നിങ്ങൾ അവനെ വിശ്വസിച്ചിട്ടില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചു. വിശ്വസിക്കുക മാത്രമല്ല, അവർ എന്തു ചെയ്തു? മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കുവാൻ തയ്യാറായി. അവരുടെ മുൻപോട്ടുള്ള ജീവിതം പാപമില്ലാത്ത ജീവിതമായി മാറുവാൻ, അവരുടെ കഴിഞ്ഞ കാലത്തിലെ പാപങ്ങൾ ഒഴിവാക്കപ്പെട്ടതായ അത് ജീവിതത്തിൽ ഒരിക്കലും കൊണ്ടുവരാതെ മുൻപോട്ടുള്ള ജീവിതം നയിക്കുവാൻ തയ്യാറായി തീരുമാനമെടുത്തത് ചെയ്യുന്നവരാണ്. അവരുടെ പ്രവർത്തനത്തിൽ അത് കാണുവാൻ തക്കവണ്ണം ഇടയായി എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ നിങ്ങളോ അവനെ വിശ്വസിപ്പാൻ ഇപ്പോഴും ഇതൊക്കെയും കണ്ടിട്ടും, അതായത് ഒരു ചുങ്കക്കാരൻ രക്ഷപ്പെട്ടു അല്ലേ, ആ ചുങ്കക്കാരൻ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനോടൊപ്പം ഒരു ശിഷ്യനായുണ്ട്. ഒരു വേശ്യ മാനസാന്തരപ്പെട്ടു, ഇപ്പോൾ അവൾ നല്ലവളായി ജീവിക്കുന്നു. അതിനുദാഹരണമായി അവൾ ക്രിസ്തുവിനെ അനുഗമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെയും കണ്ടിട്ടും നിങ്ങൾക്ക് മാനസാന്തരം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. എങ്കിലും എൻ്റെ മകനെ, മകളെ, നിങ്ങൾക്കുള്ളതായ അവസരം ഇപ്പോഴും നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് പറയാണ്, ഇവർ മുൻപേ പോകും, പക്ഷെ നിങ്ങൾക്ക് പിൻപേ വരാനുള്ള അവസരമുണ്ട് എന്ന് പറഞ്ഞാൽ, അവർ മുൻപേ മാനസാന്തരപ്പെട്ട് നീതിമാർഗത്തിൽ സഞ്ചരിക്കുവാൻ തീരുമാനിച്ചു. ഇനി നിങ്ങൾക്ക് അവരുടെ പിന്നാലെ പോകുവാൻ അവസരമുണ്ട്. ഈ സമയം തന്നെ നിങ്ങൾ നീതിമാർഗം സ്വീകരിക്കുക എന്ന് പറയുകയാണ്. അധികാരമോഹത്തോടെ മറ്റുള്ളവരെ ഉപദ്രവിക്കുവാൻ ശ്രമിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഇതിനു ശേഷമുള്ളതായ സംഭവങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത്. പിന്നിൽ സംഭവിച്ചതായ സംഭവങ്ങളെയും കർത്താവായ യേശു ക്രിസ്തു ഇതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ വളരെ വ്യക്തമായി കർത്താവായ യേശു ക്രിസ്തു പറയുന്ന വാക്കുകൾ ഇതാണ്: നിങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നു. നിങ്ങളിൽ മനസാന്തരമില്ല എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മളുടെ മനോഭാവം എന്താണ് എന്ന് ചിന്തിച്ചു നോക്കുക. ഈ ആധുനിക യുഗത്തിലും ശാസ്ത്രം വളർച്ച പ്രാപിച്ച ഈ യുഗത്തിലും, ഈ റോബോട്ടിക് വേൾഡ് അല്ലേ, ഡിജിറ്റൽ വേൾഡ് എന്നൊക്കെയും നമ്മൾ അവകാശപ്പെടുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഈ ലോകത്തിൽ നമുക്കറിയാം, മനുഷ്യർ പുതിയ പുതിയ കോൺസെപ്റ്റുകൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുകയാണ്. 2050 ചൊവ്വയിൽ മനുഷ്യന് വാസയോഗ്യമായിട്ടുള്ളതായ ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു താമസിക്കുവാൻ പറ്റുന്നതായ ഒരു പട്ടണം പണിയുവാൻ മനുഷ്യൻ ആഗ്രഹിക്കുകയാണ്. ശൂന്യാകാശത്ത് മനുഷ്യന് വസിക്കുവാൻ യോഗ്യമായതായ പാർപ്പിടങ്ങൾ പണിയുവാൻ അല്ലെങ്കിൽ അതിനു വേണ്ടുന്ന സാഹചര്യം ഒരുക്കുവാൻ മനുഷ്യൻ ആഗ്രഹിക്കുകയാണ്. എല്ലാം നമ്മളുടെ വിരൽത്തുമ്പിലാണ്. ഇന്ന് ബാങ്ക് നമ്മളുടെ വിരൽത്തുമ്പിലാണ്, നമ്മുടെ സ്കൂൾ നമ്മളുടെ വിരൽത്തുമ്പിലാണ്, നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസങ്ങൾ നമ്മളുടെ വിരൽത്തുമ്പിലാണ്. എല്ലാം ഡിജിറ്റലായിക്കൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ ക്ലാസ്സുകൾ, ഓൺലൈൻ കോഴ്സുകൾ ഒക്കെയും ഉള്ളതായ സാഹചര്യം. നമ്മൾ എന്തു വാങ്ങണമെങ്കിലും
നമ്മൾ ആഹാരം കഴിക്കണമെങ്കിലും ഇപ്പോൾ നമ്മളുടെ മൊബൈലിലൂടെ ഓർഡർ ചെയ്യുന്ന ഒരു ഡിജിറ്റൽ യുഗത്തിലാണ്, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മളിൽ പുറമേ ഉള്ളതായ ചില വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളുടെ മനോഭാവത്തിൽ ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല. സാക്ഷരത പ്രാപിച്ചതുകൊണ്ട് പണ്ടുണ്ടായിരുന്ന ജനങ്ങളിലുള്ള ചില അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വേർതിരിവുകളും ഇന്ന് ഒരു പരിധിവരെ ഒഴിവാക്കപ്പെട്ടുവെങ്കിലും മനുഷ്യൻ്റെ മനോഭാവത്തിനൊരു വ്യത്യാസവും വന്നിട്ടില്ല. കാരണം ഈ ലോകം മുഴുവനും പാപത്താൽ നിറയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴും ഒറ്റുകാരായ മനുഷ്യരുണ്ട്. ഇപ്പോഴും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരെ സന്തോഷം കണ്ടെത്തുന്നവരുണ്ട്. ഇപ്പോഴും മറ്റവരെ തള്ളി പറയുന്നവരുണ്ട്. ഇപ്പോഴും മറ്റുള്ളവരെ ഉപദ്രവിക്കുവാൻ അനുവദിച്ചിട്ട് കൈ കഴുകി മാറി നിൽക്കുന്നവരുണ്ട്. അധികാരമോഹത്തോടെ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. ഗൂഢാലോചന ചെയ്യുന്നവരുണ്ട്. ഒറ്റുകാരെ വിലയ്ക്ക് വാങ്ങുവാൻ പ്രാപ്തിയുള്ളവരുണ്ട്. അന്നത്തെ പ്രധാനികളായ പുരോഹിത ശ്രേഷ്ഠന്മാരായ, അന്നത്തെ വിദ്യാഭ്യാസമുള്ളതായ, അന്നത്തെ പ്രധാനപ്പെട്ടവർ അവരുടെ അധികാരം നഷ്ടപ്പെട്ടുമെന്നുള്ള പേടി. ഇവനെ വളരാൻ അനുവദിച്ചാൽ ഈ സമൂഹത്തിലുള്ള തങ്ങളുടെ സ്ഥാനം അത് നഷ്ടപ്പെടുമെന്ന് ചിന്തിച്ച് ക്രിസ്തുവിനെ ഉപദ്രവിക്കാൻ തയ്യാറായ ഒരു കൂട്ടം സമൂഹം, ക്രിസ്തുവിൻ്റെ നെഞ്ചിൽ നിന്നും അവസാന തുള്ളി ചോര ശരീരത്തിൽ നിന്നും ഒഴുകുന്നിടം വരെ, അവൻ മരിച്ചു എന്ന് ഉറപ്പു വരുത്തുന്നിടം വരെ ഒരു സ്വസ്ഥതയുമില്ലാതെ അലഞ്ഞു നടന്ന ഒരു കൂട്ടം സമൂഹം. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വചനങ്ങളൊക്കെയും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു സത്യം, ഈ ഒരു സമൂഹം കർത്താവായ യേശുക്രിസ്തുവിനെ കൊല്ലുവാൻ അല്ലെങ്കിൽ ക്രൂശീകരിക്കുവാൻ തീരുമാനിച്ചതിനു വേണ്ടി തന്ത്രങ്ങൾ മെനഞ്ഞു. എന്നാൽ മറുഭാഗത്ത് നടപ്പിലായത് ക്രിസ്തുവിൻ്റെ നീതിയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നു. മറുഭാഗത്ത് നടപ്പിലായത് ലോകസ്ഥാപനത്തിന് മുൻപേ നിശ്ചയിക്കപ്പെട്ടതായ ഒരു സംഭവമായിരുന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി രക്തം ചൊരിയണം, നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുക്കണം, വില കൊടുത്ത്, അവൻ്റെ രക്തത്തിൻ്റെ വില കൊടുത്ത്. ക്രിസ്തുവിനോടൊപ്പം നമ്മൾ ഓരോരുത്തരെയും കൂട്ടവകാശികളാക്കണം എന്നുള്ളതായ ഒരു ക്രിസ്തുവിൻ്റെ നീതിയാണ് അവിടെ നടപ്പിലായത്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഒരു പദ്ധതിയാണ് അവിടെ നടപ്പിലായത് എന്ന് മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നുണ്ട്. അതിനിടയിൽ ഈ ഒരു സംഭവത്തിൽ കാരണക്കാരായ ഒരുപാട് കഥാപാത്രങ്ങൾ, ക്രിസ്തുവിനെ ഒറ്റുകൊടുത്തവൻ മുതൽ ക്രിസ്തുവിൻ്റെ നെഞ്ചിൽ അവസാനമായി കുത്തിയവൻ വരെ, ഓരോരുത്തരും അതിനൊരു കാരണമായി മാറി. പക്ഷേ അവർ ചെയ്തതൊക്കെയും ന്യായീകരിക്കാനാവാത്ത തെറ്റുകളാണ് എന്ന് മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരെയും ക്രിസ്തു ഈ ലോകത്ത് ആക്കിയിരിക്കുന്നത് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ്. അതാണ് ഇവിടെ പറയുന്നത്, ഏതു മകനാണ് പിതാവിന് പ്രിയപുത്രനായിരിക്കുന്നത്? 2 മക്കളും പിതാവിനെ വേദനിപ്പിച്ചു. പക്ഷേ ഏതു മകനാണ് പ്രിയപ്പെട്ടവൻ? ചെയ്യില്ല എന്ന് പറഞ്ഞവൻ പിന്നത്തേതിൽ അനുതപിച്ചു ചെയ്തപ്പോൾ അവനാണ് പിതാവിന് പ്രിയപ്പെട്ടവൻ. നമ്മളെ തന്നെ നോക്കി ക്രിസ്തു ചോദിച്ച ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കണം. എങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ എന്തു തോന്നുന്നു? എന്നെക്കുറിച്ച് അവനവൻ ചോദിക്കേണ്ട ചോദ്യമാണ്. ഞാൻ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണോ? ഞാൻ പിതാവിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കുന്നവനാണോ? പിതാവിൻ്റെ ഇഷ്ടം സുവിശേഷ വേല ചെയ്യുകയാണ്. പിതാവിൻ്റെ ഇഷ്ടം ആരാധനയ്ക്ക് വേണ്ടി ക്രിസ്തു നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന, ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ദിവസത്തിൽ ആരാധിക്കുക എന്നുള്ളതാണ്. പിതാവിൻ്റെ ഇഷ്ടം അവൻ്റെ ആലയത്തിൽ ആഹാരമുണ്ടാകേണ്ടതിന് ദശാംശം അവൻ്റെ ആലയത്തിലേക്ക് കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. പിതാവിൻ്റെ ഇഷ്ടം നമ്മളുടെ അയൽവാസികൾ, നമ്മളുടെ സഹോദരങ്ങൾ ഒരു കഷ്ടത്തിലിരിക്കുമ്പോൾ അവരെ സഹായിക്കുക എന്നുള്ളതാണ്. പിതാവിൻ്റെ ഇഷ്ടം ഈ ലോകത്തിൻ്റെ കളങ്കം പറ്റാതെ വണ്ണം സ്വയം നമ്മളെ തന്നെ കാത്തുകൊള്ളുന്നതാണ്. പിതാവിൻ്റെ ഇഷ്ടം
നീതിമാർഗത്തിൽ നമ്മൾ ഓരോരുത്തരും സഞ്ചരിക്കുക എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണോ ഞാൻ? ഒരു കാലഘട്ടത്തിൽ ഈ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ പിതാവിനെ ക്ഷണിച്ചപ്പോൾ ഞാൻ നിരസിച്ചവനായിരിക്കാം. പക്ഷേ എനിക്ക് മാനസാന്തരത്തിൽ ഇപ്പോൾ എനിക്ക് ആ ഇഷ്ടം നടപ്പിലാക്കുവാൻ തീരുമാനം ഇന്നെടുക്കുവാൻ സാധിച്ചു എന്ന് പറയുവാൻ കഴിയുന്നവനാണോ നീ? നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്നെക്കുറിച്ച്? ഇതുവരെയും ഞാൻ പിതാവിൻ്റെ ഇഷ്ടങ്ങൾ ചെയ്യാതെ ലൗകികമായി ജീവിച്ചവനാണ്, ലോകമോഹങ്ങളിൽ ജീവിച്ചവനാണ്. എൻ്റെ ആവശ്യങ്ങൾ നേടുവാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെ പോകുവാൻ തയ്യാറായവനാണ്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഞാൻ എൻ്റെ സ്വയത്തിൽ മാത്രമല്ല, അല്ലെ സ്വാർത്ഥത മാത്രമല്ല കാണുന്നത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തയ്യാറാകുന്നു. അതിനുള്ള മാനസാന്തരം എന്നിൽ ഉളവാകുന്നു. ദൈവമേ, ആ സ്വർഗരാജ്യത്തിന് എന്നെയും അവകാശിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അവസാനം ആ കള്ളൻ പറഞ്ഞതുപോലെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കിടമേ എന്ന് പറയുവാനുള്ള മാനസാന്തരം ഉണ്ടാകേണ്ടതായ സാഹചര്യം ഉണ്ടായി എന്ന് പറയേണ്ടതായ മാനസാന്തരം ഉണ്ടാകേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. എന്നെ കേൾക്കുന്നവരെ, ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. യോഹന്നാൻ നീതിമാർഗമാണ് ഉപദേശിച്ചത്. നമ്മുടെ പ്രവർത്തികൾ നീതിപ്രവർത്തികളാണ്. നീതിപ്രവർത്തികളിലാണ് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ ഇഷ്ടം നമുക്ക് നിറവേറ്റുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. നമ്മുടെ പ്രവർത്തികൾ നീതിപ്രവർത്തിയുള്ളതാകട്ടെ. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ നമുക്ക് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുകയാണ്. ഒരിക്കൽ കൂടി ചോദിക്കുന്നു, നിങ്ങൾക്കിപ്പോൾ നിങ്ങളെക്കുറിച്ച് തന്നെ എന്തു തോന്നുന്നു? ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
ഇന്നത്തെ ദിവ്യാരാധനയുടെ അവസാനമേ നമുക്കെല്ലാവർക്കും കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും വാത്സല്യമേ സ്നേഹിക്കുന്ന കർത്താവെ, നല്ല സമയത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. നാഥ കർത്താവെ, ഇന്ന് അനുഗ്രഹപ്രദമായ ഒരു ദൂത് അടിയങ്ങൾക്ക് നൽകിയതിൽ നന്ദിയോടെ സ്തുതിക്കുന്നു. ആ ദൂതിൻ പ്രകാരം അടിയങ്ങളെ ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കവണ്ണം അടിയങ്ങളോട് നിന്നും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പിതാവെ, അങ്ങയുടെ ഹിതം ചെയ്യുവാൻ അടിയങ്ങൾ ഓരോരുത്തരോടൊന്നും സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് ഇഷ്ടമായത് പ്രവർത്തിപ്പാൻ അടിയങ്ങളെ അവിടെ ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ കർത്താവെ, അടിയങ്ങളുടെ ജീവിതത്തെ സ്വയം ശോധന ചെയ്തുകൊണ്ട് അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചുവെന്ന് മനസ്സിലാക്കി അങ്ങയുടെ സന്നിധിയിൽ അതൊക്കെയും ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവെ പാപക്ഷമ മാപ്പപേക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ അടിയങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ കർത്താവെ, അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ ഈ സമയം കർത്താവെ, അടിയങ്ങളുടെ ദൂത് കേട്ട ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരിലും കർത്താവെ അങ്ങയുടെ ആത്മാവിനെ നിറച്ച് കർത്താവെ അവരിലും കർത്താവെ മാനസാന്തരത്തിൻ്റെ അനുഭവം അവിടെ നിന്ന് കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവെ പ്രത്യേകിച്ച് അടിയങ്ങൾ ഓരോരുത്തരും കർത്താവെ ഈ ലോകത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ പല വിധത്തിലും പിശാച് അടിയങ്ങൾ ഓരോരുത്തരെയും തെറ്റിച്ചു കളയുവാൻ തക്കണം ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ്. പലപ്പോഴും അടിയങ്ങളുടെ ഹൃദയങ്ങൾ ചാഞ്ചാട്ടത്തിലായിട്ടുണ്ട്. കർത്താവെ, തെറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് അടിയങ്ങൾ ഇച്ഛിച്ചതായ തെറ്റുകളല്ല. അതുകൊണ്ട് കർത്താവെ, അടിയങ്ങളോട് ആ തെറ്റുകളൊക്കെ അവിടെ നിന്ന് പൊറുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവെ, അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ പാപങ്ങളെയും അങ്ങ് അവിടെ നിന്നും കഴുകി അടിയങ്ങൾ ഓരോരുത്തരെയും അവിടെ നിന്നും ശുദ്ധീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ ഈ സമയം രോഗത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്നവർ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പൂർണ്ണ സൗഖ്യം അവിടെ നിന്ന് പ്രദാനം ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ പ്രത്യേകിച്ച് പിതാവെ, ഈ ലോകത്തിൽ അടിയങ്ങൾ ആയിരിക്കുമ്പോൾ കർത്താവെ അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ ഹിതം അടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ ഇഷ്ടം അടിയങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ തക്കവണ്ണം അടിയങ്ങളവിടെ നിന്ന് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ ഈ ലോകത്തിലായിരുന്ന സമയത്ത് കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പ്രാർത്ഥിച്ചു. തൻ്റെ അവസാന കാലഘട്ടത്തിൽ ഈ മാനവകുലത്തിൻ്റെ പാപത്തിനു വേണ്ടി സഹിച്ചതായ കഷ്ടതകളൊക്കെയും അതൊക്കെയും വയ്യാതെ അവസാനം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും നീക്കണമെങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറണമേ. അപ്രകാരം കർത്താവെ, അങ്ങയുടെ ഇഷ്ടം ആഗ്രഹിക്കുന്ന ഒരു ജനക്കൂട്ടമായി അല്ലെങ്കിൽ ഒരു സമൂഹമായി ജീവിക്കുവാൻ തക്കവണ്ണം അടിയങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു കാണിച്ചു തന്നതായ ആ നീതിയുടെ മാർഗം, യോഹന്നാൻ പഠിപ്പിച്ചു തന്നതായ ആ നീതിയുടെ മാർഗം, വേദപുസ്തകത്തിൽ അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ആ നീതിയുടെ മാർഗത്തെ പിൻപറ്റുവാൻ തക്കവണ്ണം, ആ മാർഗത്തിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം, ആ വിശ്വാസത്തിൽ കർത്താവെ അടിയങ്ങൾ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം അടിയങ്ങൾ ഓരോരുത്തരോടൊന്നും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ അങ്ങനെ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാൻ തക്കവണ്ണം അടിയങ്ങൾ ഓരോരുത്തരോടൊന്നും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ ഒരിക്കൽ കൂടി കർത്താവെ അടിയങ്ങൾ ഓരോരുത്തരെയും സ്വയം ശോധന ചെയ്യുവാനും കർത്താവ് അടിയങ്ങളുടെ മാനസികമായിരിക്കുന്ന അല്ലെങ്കിൽ അടിയങ്ങൾ ഓരോരുത്തരുടെയും ചിന്താമണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്നതായ ചിന്തകളെ കർത്താവെ ദുഷ്ചിന്തകളാണ് എങ്കിൽ അത് അവിടെ വെച്ച് തന്നെ നശിപ്പിച്ച് കളയുവാനുള്ളതായ ശക്തി കർത്താവ് അടിയങ്ങൾ ഓരോരുത്തർക്കും അവിടെ നിന്ന് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നതാ. അങ്ങനെ കർത്താവെ നല്ലതു മാത്രം പ്രവർത്തിക്കുവാൻ, കർത്താവെ നിത്യതയ്ക്ക് അതിലൂടെ അവകാശികളായി തീരുവാൻ, കർത്താവെ നീതി മാർഗം അടിയങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ, അങ്ങനെ അങ്ങയുടെ ഇഷ്ടം ചെയ്ത് നിത്യതയിൽ അവകാശികളായി തീരുവാൻ അടിയങ്ങൾ ഓരോരുത്തരെയും അവിടെ നിന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ചോദിച്ചാൽ അധികം നമ്മൾ നിറയ്ക്കണം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ചോദിക്കുന്നു പിതാവേ, ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ശുദ്ധീകരിക്കപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ. അടിയങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. അടിയങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ അടിയങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. അടിയങ്ങളെ പരീക്ഷയിൽ അകപ്പെടുത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടിയിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളാകുന്നുവല്ലോ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം പ്രാർത്ഥിച്ച കാര്യങ്ങളോടും നമ്മളോട് ഓരോരുത്തരോടും കൂടെ ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.